بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. والذين كفروا أعمالهم كسراب بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. മാന്യ സഹോദരന്മാരെ സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ നാം ഓരോരുത്തരും സദാ പാടുപെട്ട് പരിശ്രമിച്ച് ജീവിക്കുക. അതിന് അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപദേശങ്ങൾ നിന്നിട്ട് കേൾക്കുന്ന പകർത്തേണ്ട ഭാഗങ്ങളെ ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബ് നമ്മെ സഹായിക്കട്ടെ. 5 വക്ത നമസ്കാരം അതതിൻ്റെ സമയത്ത് കൃത്യമായി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കൽ ഓരോ മുസ്ലിമിൻ്റെ ബാധ്യതയാണെന്ന് ഓർത്തുകൊണ്ട് പള്ളിയിൽ വെച്ച് തന്നെ അത് നിർവഹിക്കാൻ വേണ്ടി നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ നിർബന്ധം പുലർത്തുക. അതിനും റബ്ബ് നമ്മെ സഹായിക്കട്ടെ. കൃത്യസമയത്ത് പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും നമസ്കരിച്ച് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി
റബ്ബിനെ പ്രീതിപ്പെടുത്താൻ നമ്മിൽ നിന്നുള്ള സ്ത്രീകളും ശ്രദ്ധ ചെലുത്തുക. ഇതിനെല്ലാം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നാം കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ വിശുദ്ധ ഹജ്ജ് സീസണിനോട് വിടവാങ്ങിയ ശേഷം ഹിജ്റയെ സംബന്ധിച്ചും പുതിയ വർഷത്തെ സംബന്ധിച്ചും കാലത്തെ സംബന്ധിച്ചും മറ്റും പല ശൈലിയിൽ ചർച്ച ചെയ്തത് നിങ്ങൾ മറന്നു കാണുകയില്ല. ഇവിടെ രാത്രിവേളയിൽ പ്രത്യേകിച്ച് ഫാമിലി ക്ലാസ്സിൽ നാം പതിവാക്കി വന്നിട്ടുള്ളത് ഓരോ ഓരോ വിഷയം ചർച്ചക്കെടുത്തുകൊണ്ടാണ്. അതിൽ അഖായിദ്, ഇബാദാത്ത്, മുആമലാത്ത്, അഖ്ലാഖ് എന്നീ 4 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് നമ്മുടെ ചർച്ചയിൽ വരാറുള്ളത്. എല്ലാം യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാത്തതും അവൻ എല്ലായ്പ്പോഴും അവൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതും ആയ കാര്യങ്ങളാണല്ലോ. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തതായ സബ്ജക്റ്റ് കുറേ ആഴ്ചകൾ നീട്ടിവലിച്ച് പറയേണ്ടതാണെങ്കിലും മുആമലാത്തുകൾ പറയുമ്പോൾ പ്രത്യേകിച്ച് അതേ പദത്തിൽ ഉൾക്കൊള്ളുന്നതായ അക്ഷരങ്ങളിലൂടെ കറങ്ങുന്ന ഖുർആനിൽ 151 തവണ റബ്ബ് ചർച്ചക്കെടുത്തതായ ഒരു വിഷയമാണ്. സഹീഹായ സ്വീകാര്യോഗ്യമായ 74ഓളം ഹദീസുകളും ആ വിഷയത്തിൽ കാണാൻ സാധിച്ചു. അപ്രകാരം സലഫ് സാലിഹീങ്ങളുടെ പ്രവചനങ്ങളും ധാരാളം വിട്ടുകടന്നു. അപ്പോൾ വളരെ പ്രാധാന്യം നൽകേണ്ട ഖുർആൻ നൽകിയതായ ഒരു വിഷയമാണത്. അത് നമ്മുടെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവൻ പരലോകമോക്ഷത്തിന് വേണ്ടി ജീവിക്കുന്നവനാകുമ്പോൾ അള്ളാഹു നൽകിയ പ്രാധാന്യം തന്നെ അവൻ ആ സബ്ജക്റ്റിന് നൽകേണ്ടതുണ്ട്, നൽകാറുണ്ട് എന്നത് ഒരു പച്ചപ്പരമാർത്ഥവും ആണ്. കാരണം 151 തവണ ഖുർആനിൽ വിട്ടുകടന്നതായ ആ പദം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഭൗതികമായ വിഷയത്തെ തൊട്ട് സംസാരിക്കുന്ന ഭാഗങ്ങളും പരലോകമോക്ഷത്തിന് ആവശ്യമുള്ളതായ കാലാകാലം ജീവിക്കേണ്ട ജീവിതത്തെ തൊട്ട് സംസാരിക്കുന്നതായ ഭാഗവും ആണ്. പക്ഷേ അത് അള്ളാഹു ആ പദം ഉപയോഗിച്ചിട്ടുള്ളത് 151 തവണയിൽ 4 തവണ മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ള ശേഷിക്കുന്ന സർവ്വതും പരലോകവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് അത് ഉപയോഗപ്പെടുത്തിയത്. അതിൽ നിന്നിട്ട് തന്നെ നാം എത്രമാത്രം പരിഗണന പരലോക പ്രവർത്തനത്തിന് യത്നത്തിന് നൽകണമെന്നതും എത്രമാത്രം നൽകിയാൽ മതി ഭൗതികമായ ഈ നശ്വര ജീവിതത്തിന് എന്നതും മനസ്സിലാക്കാൻ അത് മതി. അത് എല്ലാവർക്കും പരിചയമുള്ള അമൽ എന്ന പദമാണ്. മുആമല എന്ന പരസ്പരം അങ്ങുമിങ്ങും ചെയ്യുന്ന ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ, ഇടപാടുകൾ, പെരുമാറ്റങ്ങൾ, അതിനുപയോഗിക്കുന്നതായ മുആമല എന്ന പദത്തിൻ്റെ അകത്തുള്ള
3 അക്ഷരമാണല്ലോ ആ മ ല എന്നത്. എല്ലാവർക്കും അറിയാം ഉമ്മാലി എന്ന വാക്കിൻ്റെ അർത്ഥം, ആമിലി എന്ന വാക്കിൻ്റെ അർത്ഥം. അത് തന്നെയാണ് എന്ത് അമല് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അമല് ജോലി, വേല, ഡ്യൂട്ടി, പ്രവർത്തനം, യത്നം, അതൊക്കെ അമലിന് നാം പറയാറുണ്ട് അറബി ഭാഷയിൽ. എന്നാൽ 151 തവണ ഖുർആനിൽ വിട്ടുകടന്നതായ അമലി എന്ന പദം 4 മാത്രമാണ് ഭൗതിക ദുനിയവിയായ അമൽ, ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട അമലിന് റബ്ബ് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ മാനയുള്ള പദങ്ങൾ വേറെയും ഉണ്ടാവാം ഖുർആനിൽ. ഞാൻ ഈ അക്ഷരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നാം എന്ത് പറഞ്ഞു വന്നു? 151 പ്രാവശ്യം ഖുർആനിൽ മടങ്ങി മടങ്ങി വരുന്ന അമല, യഅമലൂൻ, അമില, ആമിലൂൻ, യഅമലു എന്നീ പദപ്രയോഗങ്ങൾ ദുനിയാവുമായി ബന്ധപ്പെടുന്നത് 4 മാത്രമാണ് എന്നാണ് നാം പഠിച്ചത്. ഉദാഹരണത്തിന് വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബിൻ വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ ലിയഅകുലൂ മിൻ സമരിഹി വമാ അമിലതുഹു ഐദീഹിം അഫലാ യശ്കുറൂൻ. തർജ്ജമയുള്ള ആയത്താണല്ലോ അല്ലേ? ആയത്തുൽ ലഹും, അവർക്ക് ഒരു ദൃഷ്ടാന്തവും കൂടിയാണ്. എന്താ? ഈ ഭൂമിയിൽ മരിച്ചു കിടക്കുന്ന, മരണപ്പെട്ട് കിടക്കുന്ന ഭൂമിയെ വെള്ളത്തിലൂടെ, മഴയിലൂടെ നാം എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു. എന്നിട്ട് അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ, അല്ലേ? അതിൽ നിന്നിട്ട് ഹബ്ബിനെ അള്ളാഹു വളർത്തിയെടുക്കുന്നു, കൃഷി ഉണ്ടാകുന്നു, അവർ അതിൽ നിന്നിട്ട് ഭക്ഷിക്കുകയും ചെയ്യുന്നു. വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബ്, അതിൽ ധാരാളം പൂന്തോപ്പുകളും തോട്ടങ്ങളും ഈത്തപ്പനകളും എല്ലാം അതിൽ തന്നെ ഉത്ഭവിക്കുകയും ചെയ്യുന്നു, മുന്തിരിങ്ങയും ഈത്തപ്പഴങ്ങളും. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ ഭൂമിയിൽ തന്നെ ധാരാളം അരുവികളും നാം പൊട്ടി ഒലിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ്? ലിയഅകുലൂ മിൻ സമരിഹി, ആ അതിൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നിട്ട് അവർ കഴിക്കാൻ വേണ്ടി, അവർ തിന്നാൻ വേണ്ടി. ഒമാ അമിലതുഹു ഐദീഹിം, അവർ സേവിച്ച, പ്രവർത്തിച്ച, യത്നിച്ച, അവരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യത്തിൽ നിന്നിട്ടും അവരെ തിന്നാൻ വേണ്ടി. ദുനിയാവാണിത്, മനസ്സിലായില്ലേ? ദുനിയാവ് സമ്പാദിച്ച് ശേഖരിച്ച് അതിൽ നിന്നിട്ട് കഴിക്കാൻ വേണ്ടി. ഇങ്ങനെ 4 സ്ഥലത്താണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഏകദേശം ഈ മാന ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. അഫലാ യശ്കുറൂൻ, എന്തേ നിങ്ങൾ നന്ദി ചെയ്യാത്തത്? നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലേ? അഥവാ ഇപ്പം നിങ്ങൾ പ്രവർത്തിക്കാതെ മഴ വർഷിച്ചു കൊണ്ടുണ്ടാകുന്നതായ കൃഷി ചിലപ്പോൾ അതിൽ നിന്നിട്ടും നിങ്ങൾ കഴിക്കും. നിങ്ങൾ പ്രവർത്തിച്ച്, നിങ്ങൾ മനക്കെട്ടുണ്ടാക്കി ഉണ്ടാക്കുന്ന കൃഷിയാണെങ്കിലും അതിലും ഉൽപ്പന്നം ഉണ്ടാക്കേണ്ടത് ആരാണ്? അള്ളാഹു തന്നെയാണ്, അല്ലേ? ഉൽപ്പന്നമുണ്ടാക്കേണ്ടത് അള്ളാഹു തന്നെയാണ്. എത്രയോ ആൾക്കാർ അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു. മഴ വർഷിക്കാത്ത സ്ഥലമാണെങ്കിൽ വെള്ളം ദൂരെ നിന്ന് കൊണ്ടുവന്ന് അവർ എന്ത് ചെയ്യുന്നു? കൃഷിക്ക് ആ വളമുണ്ടാക്കി, തീറ്റ ഉണ്ടാക്കി വളർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു. പക്ഷെ എന്തുണ്ടാവാറില്ല? ഉൽപ്പന്നം ഉണ്ടാവാറില്ല. എപ്പോഴല്ലാതെ? അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അതുകൊണ്ട് ഈ 2 ഇനത്തിലും അള്ളാഹ് നമ്മോട് ചോദിക്കുകയാണ്, അവൻ്റെ ഭാഗത്തിലിട്ട് മഴ വർഷിച്ചതിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിലൂടെയും നിങ്ങൾ സേവിച്ചുണ്ടാക്കുന്നതായ അമലിലൂടെ, അതിൻ്റെ റിസൾട്ടിലൂടെയും, ഇതിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു, തിന്നുന്നു, ആസ്വദിക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നാൽ അഫലാ യശ്കുറൂൻ, എന്തേ അവർ നന്ദി ചെയ്യാത്തത്? അവർ നന്ദി ചെയ്യുന്നില്ലേ? ചുരുക്കത്തിൽ നമ്മുടെ വിഷയമാകുന്ന അമൽ, ഈ അമൽ
യഥാർത്ഥത്തിൽ ആദം അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയിടം മുതൽ ആദമിൻ്റെ സന്തതികളിലൂടെ ഈ ദുനിയാവിൻ്റെ തമീർ മനുഷ്യ പ്രവർത്തനത്തിലൂടെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ അല്ലേ? മനുഷ്യന്മാർ എവിടെ താമസിക്കുന്നു അത് പട്ടണമായി മാറുന്നു, അത് ജനവാസ കേന്ദ്രമായി മാറുന്നു, അതോടുകൂടി കെട്ടിടങ്ങൾ വളരുന്നു, പുരോഗതി പ്രാപിക്കുന്നു. ഇതെല്ലാം ഇമാറത്ത് എന്നാണ് അതിനെ മറ്റൊരു ഭാഷയിൽ ഖുർആനും അതുപോലെ തന്നെ അറബി ഭാഷയിലും പറയാറുള്ളത്. അത് എന്തിലൂടെ വരുന്നു? നമ്മുടെ സബ്ജക്റ്റ് ആകുന്ന അമലിലൂടെ വരുന്നു. അപ്പോൾ അമൽ ഇവിടെ നിലനിൽക്കണം. അമൽ നിലനിൽക്കുമ്പോൾ ദുനിയാവിൻ്റെ പരലോകത്തിലേക്ക് അനിവാര്യമായ കാര്യങ്ങൾ വരേക്കും ആ അമലിലൂടെയാണ് നിലനിൽക്കുന്നത്. അമലിൽപ്പെട്ടതാണ് പള്ളി അല്ലേ? ഇന്നമാ യഅ്മുറു മസാജിദ് അല്ലാഹ്, ആര്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹിന്റെ പള്ളികൾക്ക് ഇമാറത്ത് നൽകേണ്ടത് അള്ളാഹുവിൽ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവരുടെ പണിയാണ്. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജോലിയാണ്. അപ്പോൾ ഇമാറത്ത് ഇവിടെ അറബി ഭാഷയിൽ ഇമാറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാറ കെട്ടിടം തന്നെ അല്ലേ? അത് എന്തുകൊണ്ട് ഇമാറ എന്നതിന് പറയുന്നു? അത് തമീർ, അതിനെ ജനങ്ങൾ എത്തിച്ച് പ്രവർത്തിച്ചുണ്ടാക്കി ഉണ്ടാക്കിയത് കൊണ്ട് അത് ഇമാറത്ത് എന്നതിനെ കുറിച്ച് പറയപ്പെടുന്നു. പണ്ട് ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം സൂറത്തു റൂമിൽ അല്ലാഹു എന്ത് പറഞ്ഞു? അവലം യതഫക്കറൂ ഫീ അൻഫുസിഹിം മാ ഖലഖസ് സമാവാതി വൽ അർള അവലം യസീറു. അതിനപ്പുറമുള്ള ആയത്ത് നോക്കാം, നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. അവലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. അവരെന്തേ ഭൂമിയിൽ ചലിച്ച് കറങ്ങി നോക്കുന്നില്ലേ? അള്ളാഹുവിൽ വിശ്വസിക്കാത്ത മക്കക്കാരോടാണ് ചോദ്യം. സൂറത്തുർ റൂം അവിടെ ഇറങ്ങിയതാണ്. അള്ളാഹിന്റെ ചോദ്യം അവരോടാണ്, എന്തേ നിങ്ങൾ ഭൂമിയിൽ കറങ്ങി നോക്കുന്നില്ല, നിങ്ങൾ സഞ്ചരിക്കുന്നില്ല, എന്തിനാണ്? ഫയൻദുറു, അവർ കാണുന്നില്ലേ? കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് ജീവിച്ചവരുടെ അന്ത്യം എന്താണ്? എവിടേക്ക് അവർ പോയി? അവർക്ക് മുമ്പ് ജീവിച്ച മഹാശക്തന്മാർ ഈ സൗദി അറേബ്യ എന്ന് ഇപ്പോൾ നാം പറയുന്ന നാട്ടിലും അതിന്റെ പരിസരത്തിലും പണ്ടുണ്ടായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ജസീറ എന്ന ആ പദത്തിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ ആദ് സമൂഹം, അതുപോലെ തന്നെ സമൂദ് സമൂഹം, അവരൊക്കെ വലിയ വലിയ ശക്തന്മാരായിരുന്നു. അവരൊക്കെ എവിടെ പോയി? അവലം യസീറു ഫിൽ അർള് എന്ന ശൈലിയിൽ അല്ലാഹു ചോദിക്കുകയാണ്. കാനൂ അശദ്ദ മിൻഹും ഖുവ്വ, മക്കക്കാരെക്കാളും നല്ല പ്രാപ്തരായിരുന്നവർ, നല്ല ശക്തന്മാരായിരുന്നു അവർ. മക്കക്കാരെ പോലത്തെ ചെറിയ മനുഷ്യന്മാരല്ല, നാമൊക്കെ ചെറിയ മനുഷ്യന്മാരിൽ പെട്ടവരാണ്. പണ്ട് ജീവിച്ചവരിൽ നിന്നിട്ട് പലരും ആരായിരുന്നു? ലം യുഖ്ലഖ് മിഥ്ലുഹാ ഫിൽ ബിലാദ്. അങ്ങനെയുള്ള കൗമിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ള പറയുന്നത്. അത്രയും വലിയ വലിയ ആനത്തടിയന്മാർ, വലിയ വലിയ മനുഷ്യന്മാരായിരുന്നു എന്നാണ്. ലം യുഖ്ലഖ് മിഥ്ലുഹാ ഫിൽ ബിലാദ്. എന്നിട്ട് അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, അവർ ഈ ഭൂമിയിൽ ധാരാളം തമീർ നടത്തി. നിങ്ങൾ നടത്തിയതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ 10 മടങ്ങ് അവര് ഭൂമിയിൽ തമീർ നടത്തി. അതിൻ്റെ അടയാളങ്ങൾ, അവശിഷ്ടങ്ങൾ ഇന്ന് വരെ കാണുന്നു. അപ്പോൾ നോക്കൂ, 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കപ്പെട്ടതായ പിരമിഡങ്ങൾ ഈജിപ്തിൽ ഇപ്പോഴും നാം കാണുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ് എങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കെട്ടിടം ഉണ്ടാക്കി എന്നതിൽ അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് ലോകാത്ഭുതങ്ങളിൽ പെടുത്തിയിരിക്കുകയാണ് ജനങ്ങൾ അതിനെ. അത് പണ്ട് ജീവിച്ചവരുണ്ടാക്കിയതല്ലേ? അതെ. അമറുഹാ അക്സറ മിമ്മാ അമറുഹാ വജാഅതുഹും റസുലുഹും ബിൽ ബയ്യിനാതി ഫമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവര് പരാക്രമികളായത് കാരണത്താൽ അവരെ അല്ലാഹ് നശിപ്പിക്കുകയും ചെയ്തു. അത് ഓരോ കാലഘട്ടത്തിൽ സംഭവിച്ച സംഭവത്തിലേക്ക് സൂചനയാണ് പറഞ്ഞു വന്നത്. നമ്മുടെ വിഷയമാകുന്ന ഈ അമല് ദുനീവിയായ കാര്യവുമായിട്ട് ബന്ധപ്പെടുന്ന, ദുനിയാവിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള ഏത് ഫാക്ടറികൾ, ഏത് കമ്പനികൾ, ഏത് കെട്ടിടങ്ങൾ, ഏത് പ്രവർത്തനങ്ങൾ, ഏത് കപ്പലുകൾ, ഏത് പ്ലെയിനുകൾ, എന്ത് പ്രവർത്തനങ്ങൾ, എന്ത് സാധനങ്ങൾ ഭൗതികമായി നമുക്ക് ആവശ്യമുള്ളത് നോക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ മനുഷ്യന്മാർ പ്രവർത്തിക്കണം. ആ പ്രവർത്തിച്ചാലല്ലാതെ അതിന് നിലനിൽപ്പില്ല. ഇത്രയെല്ലാമായിട്ട് പോലും അങ്ങനെയുള്ള പ്രവർത്തനത്തെ കുറിച്ച് 151 തവണ റബ്ബ് ചർച്ച ചെയ്തപ്പോൾ അത് ഒരു കൈകൊണ്ടെണ്ണാൻ മാത്രമുള്ള തവണ പോലും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. എന്തുകൊണ്ട്? അതല്ല മുഖ്യം എന്നത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. മനസ്സിലായോ? അതാണ് നാം പഠിക്കേണ്ടത്. അതല്ല മുഖ്യം. ഈ റിസൾട്ടിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റിയാൽ, ഏത്? ദുനിയാവിൻ്റെ വില, പരലോകത്തിൻ്റെ വില.
ദുനിയാവിലുള്ള സമ്പാദ്യത്തിൻ്റെ വില നേരെ മറിച്ചുള്ള പരലോക സമ്പാദ്യത്തിൻ്റെ വില ഒരാൾക്ക് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചാൽ, പ്രത്യേകിച്ച് സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയാൽ, അതിനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത് കേട്ടോ. നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നതിനാണ് ഈ മനക്കെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ടൈം ഉണ്ടാക്കിയെടുത്ത് ഫാമിലിയെയും കൂട്ടി കൊണ്ടുവന്ന് ഇവിടെ മണിക്കൂറോ 1.5 മണിക്കൂറോ ഈ മദീനയിൽ റസൂലുള്ളാഹിന്റെ നാട്ടിൽ വഹി ഇറങ്ങിയ നാട്ടിൽ എന്തിനിരിക്കുന്നു? ഈ കാര്യത്തിൽ ഈ റിസൾട്ടേക്ക് എത്താൻ വേണ്ടിയാണ്. എന്ത്? അള്ളാഹു ഖുർആനിൽ നമുക്ക് നല്ല വ്യക്തമായ അറബി ഭാഷയിൽ 151 തവണ ചർച്ച ചെയ്തപ്പോൾ വളരെ കൂടുതൽ പരിഗണന നൽകിയത് നിങ്ങളുടെ ഈ ജീവിതമല്ല യഥാർത്ഥ ജീവിതം എന്നത് പഠിപ്പിക്കാനാണ്. നിങ്ങളുടെ ഈ ജീവിതമല്ല യഥാർത്ഥ ജീവിതം. ഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ. യഥാർത്ഥ ജീവിതം അത് പരലോകമാണ്. ഈ ഭൂമിയാണെങ്കിലോ ഇത് നശ്വരം മാത്രമാണ്, ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നാം ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരമടക്കമുള്ളത് ക്ഷയിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നാം ഉണ്ടാക്കുന്ന ഭക്ഷണം അതിന് ഒരതിരുണ്ട്, ഒരവധിയുണ്ട്. ആ അവധി കഴിഞ്ഞാൽ അത് നശിക്കുന്നു. നാം വാങ്ങുന്ന സാധനങ്ങൾ അതിന് തീയതിയുണ്ട്, ആ തീയതി കഴിഞ്ഞാൽ നശിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി മാറുന്നു. നാം നമ്മുടെ ശരീരത്തിലേക്ക് പരിശോധിച്ചാൽ തന്നെ നാം ഒന്നാം ദിവസം മുതൽ അല്പം ശക്തി കൂടുന്നു. റബ്ബ് പറയുന്നു 40 വയസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശക്തിയുടെ പരിപൂർണതയിലേക്ക് മനുഷ്യനെത്തുന്ന ടൈമാണത്. പിന്നെ അവിടെ നിന്ന് ബേക്കൗട്ട് അടിക്കലാണ്. നാം ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ പണ്ട് തന്നെ ഞാൻ ഉദാഹരണം പറയാറുണ്ട്. നാം പാകം ചെയ്യുന്നതായ ഭക്ഷണം ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ മെയിൻ ഭക്ഷണം അത് അരിഭക്ഷണമാണെന്ന് നമുക്കറിയാം. ഞാൻ വരുന്ന കാലഘട്ടത്തിലല്ല, അതിപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്. 10-20-25 കൊല്ലമേ അതിന് പഴക്കമുള്ളൂ. വിദേശികൾ വന്നു കൂടിയ ശേഷം പണ്ടൊക്കെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അത് ഗോതമ്പമാണ്. ഞാനിവിടെ വരുന്ന കാലഘട്ടത്തിൽ വന്നിട്ടൊരു 10-20ഓളം വർഷം വരേക്കും ഈ ഫിത്ർ സക്കാത്തിന്റെ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫിത്ർ സക്കാത്തിന്റെ അരിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ കാണാറില്ല. എന്തേ ഉണ്ടാവാറുള്ളൂ? പള്ളിയുടെ മുമ്പിലും ഹറാമിന്റെ മുമ്പിലും റോട്ടിലൊക്കെ ഗോതമ്പേ കാണാറുള്ളൂ ഫിത്ർ സക്കാത്തിന്. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമുക്ക് പരിചയമുള്ള അരി, ലോകവ്യാപകമായ അരിഭക്ഷണത്തെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാൻ എത്ര പേര്, ഉണ്ടാക്കാൻ എത്ര ടൈം, ഉണ്ടാക്കാൻ എത്ര പ്രയാസം, ഇതെല്ലാം നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞ് ചാക്ക് അല്ലെങ്കിൽ പേക്ക് അത് ചെയ്തതിൻ്റെ ശേഷം ഇതെല്ലാം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ സാധനം നമുക്കറിയാവുന്നത് പോലെ അത് പാകം ചെയ്യാൻ അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് പാകം ചെയ്യാൻ, അരമണിക്കൂർ 20 മിനിറ്റ്, അത് ഉപയോഗിക്കാൻ 5 മിനിറ്റ്. ഉപയോഗിക്കാൻ എത്രയാണ്? 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കയറ്റിയ കയറോ? ആസ്വാദനം ഉണ്ടാവോ? ഛർദിക്കേണ്ടി വരില്ലേ? തീറ്റ വർദ്ധിക്കാൻ പറ്റും? ഒരു മനുഷ്യന്റെ പള്ളിയിൽ കൊള്ളുന്നല്ലേ കയറ്റാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഈ പ്രയാസപ്പെട്ട് എത്ര ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, എത്ര കപ്പൽ കയറ്റി, എത്ര പ്ലെയിനിൽ കയറ്റി, എത്ര അതിന്റെ പിന്നിൽ എത്ര ആയിരങ്ങൾ പ്രവർത്തിച്ചു അല്ലേ? ഇതാണ് നമ്മുടെ അല്ലേ? ഈ സാധനം നല്ല ബിരിയാണിയായി കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ബിരിയാണി രൂപത്തിലാണ് പാകം ചെയ്തതെങ്കിൽ തിന്നുമ്പോൾ നല്ല ആസ്വാദനമാണ്. ആ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഛർദിച്ചാൽ അതിന്റെ പേര് എന്താണ്? ഛർദി എന്നാണ്. പോയി തീർന്നു. അതിന്റെ പേര് പിന്നെ എന്താണ്? ഛർദി. ഈ അല്പം മുമ്പ് കാശ് കൊടുത്ത് വാങ്ങിയ സാധനേ പേരെന്താണ്? ഛർദി. ഛർദിച്ച സാധനം പിന്നെ വലതിനും പറ്റോ? ഇല്ല. അതേ സാധനം തന്നെ അല്പം മണിക്കൂർ കഴിഞ്ഞ് വേറെ വഴിയിൽ കൂടിയാണ് വരുന്നതെങ്കിലോ പേര് വേറെയും മാറി, അടുക്കാൻ പറ്റൂല. ഇതാണ് ദുനിയാവ്. ഇതിങ്ങനെ മനസ്സിലാക്കാനുള്ളതായ തൻ്റെ ഇടം ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വില അതിന് നൽകാം, അതിൻ്റെ നേരെ വിപരീതത്തിൻ്റെ വില അതിനും നൽകുക. അത്രേ പറയുന്നുള്ളൂ ഖുർആൻ. എന്നല്ല അതൊക്കെ ഈ ദുനിയാവുമായിട്ട് ദുനിയാവിൽ ജീവിക്കുന്ന പലരും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ ദുനിയാവിലല്ലേ, ഇവിടെ ജീവിക്കാം, ഇവിടെ ആസ്വദിക്കാം, പിന്നെ ചിന്തിക്കാം മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറയും. ഇത് ജീവിതം ക്ഷണികമല്ലേ, അതത്രയും ആസ്വാദികരമല്ലേ എന്ന് ഹിപ്പീസത്തിന്റെ ഉടമകൾ പണ്ട് പറഞ്ഞു നടന്നതാണ് പോലോ. അങ്ങനെ പറയുന്ന ഒരു മുസ്ലിങ്ങളുടെ അണിയിലും ഇപ്പോൾ ഉണ്ട്. ഖേദം, ദുഃഖം. അഭ്യസ്ത വിദ്യരിൽ വരെ ഉണ്ട്. അഭ്യസ്ത വിദ്യർ എന്ന് പറയുന്ന പഠിച്ചു കൂട്ടിയവരുണ്ടല്ലോ,
വിജ്ഞാനത്തിന്റെ ഉടമകളാണെന്ന് പറയുന്നവരുണ്ടല്ലോ, അവരിൽ തന്നെയുണ്ട് എന്ത് ഇങ്ങനെ പറയുന്നവര്. ദുനിയാവിലാണ് നാം, ദുനിയാവിലാകുമ്പോൾ ദുനിയാവിന് വേണ്ടി നാം ജീവിക്കുക, പരലോകത്തിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാം എന്ന ശൈലി പറ്റൂല. നമ്മൾ അതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. അതേ സമയത്ത് ദുനിയാവിൽ അള്ള പറഞ്ഞ ശൈലി നിങ്ങൾക്കറിയാം. ഖാറൂൻ ഏറ്റവും വലിയ ദുനിയാവിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു ഖുർആൻ അല്ലേ. ഏറ്റവും വലിയ ഒരു മനുഷ്യൻ ദുനിയാവിന് വേണ്ടി ജീവിച്ച അവൻ്റെ ഖസനാവ് ഉണ്ടല്ലോ, ഖസനാവ്, അവൻ്റെ ഖസനാവുകളുടെ താക്കോലുകൾ ഒരു കൂട്ടം ഒട്ടകങ്ങൾ പേറിപ്പോകണം എന്നാണ്. ഒട്ടകങ്ങൾ 70ഓളം ഒട്ടകം എന്നൊക്കെ മുഫസ്സിറുകൾ പറഞ്ഞു. 70ഓളം ഒട്ടകങ്ങൾ പേറാൻ മാത്രമുണ്ട് എന്ത് താക്കോലുകൾ അവൻ്റെ ഖസനാവുകളുടെ. അപ്പോൾ ഖസനാവുകൾ എത്ര, അപ്പോൾ അവൻ്റെ സ്വത്ത് എത്ര, അവൻ്റെ സമ്പത്ത് എത്ര, അത്ര വലിയൊരു മനുഷ്യൻ. എന്താ അവൻ്റെ പേര്? ഖാറൂൻ. എല്ലാവർക്കും അറിയാലേ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സംസാരിക്കുകയാണ്. എന്നിട്ട് അവൻ അഹങ്കാരിയായപ്പോൾ അവനോട് അല്ലാഹു എന്ത് പറഞ്ഞു? സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു. കൽപ്പന സ്വീകരിച്ചില്ല, മൂസാ നബി ലംഘിച്ചു. നമ്മൾക്ക് അറിയുന്ന കഥയാണ്, ചരിത്രം പറയല്ല ഉദ്ദേശം. അല്ലാഹു എന്ത് പറഞ്ഞു? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള വമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറുനഹു മിൻ ദൂനില്ലാഹ്. അവനെയും അവൻ്റെ പേലസുകളെയും അവൻ്റെ സമ്പാദ്യങ്ങളെയും മുഴുവൻ ഭൂമിയോട് വിഴുങ്ങാൻ പറഞ്ഞു. അവനെയും വിഴുങ്ങി ഭൂമി. അങ്ങനെയുള്ള ഒരു ഖൗമിന്റെ കഥ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ കഥ പറയുന്നുണ്ട് ഖുർആൻ. അവിടെ അള്ളാഹു പറഞ്ഞ ശൈലിയാണ് എന്ത്? വലാ തൻസ, നമ്മുടെ വിഷയം നോക്കൂ. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ഈ ദുനിയവിയായ നശ്വര ജീവിതത്തിൽ നിനക്ക് ആവശ്യമുള്ള നിന്റെ അവകാശം നീ മറന്നു പോകരുത്. സമ്പാദിക്കാൻ മറന്നു പോകരുത്. അത് പറയാതെ തന്നെ അതിന് തന്നെ ജീവിക്കുന്നവരാണ് നാം എന്ന് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് ആ ശൈലിയിൽ എന്ത്, നീ ദുനിയാവിന്റെ കാര്യം മറക്കരുത്, അത് നിന്റെ ഓർമ്മയിൽ വേണം. അതാരെങ്കിലും മറക്കാറുണ്ടോ? ഇല്ല. ഭ്രാന്തായ റോട്ടിലിരിക്കുമ്പോൾ അവൻ നഗ്നതയിലാണ് ഇരിക്കുന്നത്, ഔറത്ത് പുറത്തായിരിക്കും, എന്നാൽ ഒരു റിയാലായിട്ടോ എന്ന് പറയും അല്ലേ. റിയാലിന് ചോദിക്കാൻ ഭ്രാന്തനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ദുനിയാവിന്റെ കാര്യത്തിന് അത്ര വില മാത്രമെന്ന് റബ്ബ് ഖുർആനിൽ പഠിപ്പിച്ച ശൈലി ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അമൽ എന്ന പദത്തിന് എന്തേ അള്ളാഹു അത്രമാത്രം പ്രാധാന്യം നൽകിയെന്ന് ചോദിക്കാൻ അവകാശമില്ല. കാരണം യഥാർത്ഥ അമൽ അത് പരലോക അമലാണ്. പരലോകത്തിൽ ഒരാൾക്ക് പരലോകത്തിന് വേണ്ടിയുള്ളതായ അമലുകൾ വർദ്ധിപ്പിക്കാൻ ഒരാൾക്ക് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്കാണ് അവൻ ഒരുങ്ങുന്നതെങ്കിൽ, അതിലേക്കാണ് അവൻ തയ്യാറെടുക്കുന്നതെങ്കിൽ, അതിനു വേണ്ടിയാണ് അവൻ ഇൻട്രസ്റ്റും ആവേശവും ഉണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലാക്കാം, സമാധാനിക്കാം. ഞാനിപ്പോൾ ചലിക്കുന്നത് നല്ല റൂട്ടിലാണ്. നേരെ മറിച്ച് ചിന്ത മുഴുവനും മന്നസ്ബഹ ഒരാൾ രാവിലെയാകുമ്പോൾ അവൻ്റെ ഹമ്മാണെങ്കിൽ ദുനിയാവ്, അവൻ്റെ ജീവിത രീതിയും ശൈലിയും ദുനിയാവ്, അവന് വേണ്ടത് ദുനിയാവ്. രാവിലെയാകുമ്പോൾ അവൻ്റെ ഹമ്മ മുഴുവനും ദുനിയാവാണെങ്കിൽ എന്താണ് അള്ളാഹു അവനെ ചെയ്യുക? അവൻ്റെ ഹൃദയത്തിൽ കുടുസുണ്ടാക്കും, അവൻ്റെ പ്രശ്നങ്ങൾ ഛിന്ന ഭിന്നമാക്കും. ഒരാൾ രാവിലെയാകുമ്പോൾ അവൻ്റെ ഹമ്മ ആഖിറമാണെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അവൻ്റെ ഹൃദയത്തിൽ വികസനമുണ്ടാകും. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിൽ നിന്നിട്ടാണ് നിങ്ങൾ കേട്ടത്. മനസ്സിലായോ? അപ്പോൾ രാവിലെയാകുമ്പോൾ അവൻ്റെ ഹമ്മ് ദുനിയാവാണെങ്കിൽ ശത്തത്തല്ലാഹു ശംല, അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗം ലഭിക്കുന്നതല്ല. ദുനിയാവ് ഹമ്മാവുമ്പോൾ അങ്ങനെയാണ്. അതേസമയത്ത് ഒരാളുടെ ഹമ്മ് ആഖിറത്താണ്, പരലോകമാണ്. സ്വബീക്ക് ഉണരണം, പെട്ടെന്ന് ഉണരണം, നിസ്കരിക്കാൻ ഉണരണം, പള്ളിയിലേക്ക് എത്തണം. പുരുഷന്മാരാണെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കണം, സ്ത്രീകളാണെങ്കിൽ ജമാഅത്തായിട്ടും. അല്ലാതെ എങ്ങനെയാണ്? ഏതായാലും നിസ്കാര സമയത്ത് തന്നെ സൂര്യോദിക്കുന്നതിന് മുമ്പായിട്ട് നിസ്കരിക്കണം. ആ സ്വബീക്ക് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. സാധിക്കുമെങ്കിൽ രാത്രിയും നമസ്കരിക്കണം. എന്നിട്ട് രാവിലെയുള്ള വിറുതുകളൊക്കെ ചെല്ലണം, ഹിസ്ബുകളൊക്കെ ഓതണം, അതിലൊന്നും വീഴ്ച വരുത്താൻ പാടില്ല എന്നീ ചിന്തയാണ്. അതോടൊപ്പം ടൈമാകുമ്പോൾ കട തുറക്കാൻ പോകണം, ഡ്യൂട്ടിക്ക് പോകണം, ജോലിക്ക് പോകണം, ഒരു പ്രശ്നമില്ല. എന്നാലോ അവൻ്റെ ജീവിതത്തിൽ അവന് ആസ്വാദനമുണ്ടായിരിക്കും. റസൂല് പറയുന്നു, സ്വബേ നമസ്കാരം കൃത്യമായി ഉണർന്നുകൊണ്ട് ഉതു പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ചെന്നുകൊണ്ട് നമസ്കരിക്കുന്ന വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ആ പിശാച്ച് കെട്ടിയതായ 3 കെട്ട് പൊട്ടിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആണോ പെണ്ണോ ആരാണെങ്കിലും അസ്ബഹ, അവൻ ആരായി? നശീദ്. റസൂലിന്റെ ശൈലിയാണ് എന്ത്? നശീദ്. നശീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവേശം,
ഉന്മേഷം. അന്നത്തെ ദിവസത്തിൽ സുബഹി നമസ്കരിച്ച ജമാഅത്തോടു കൂടി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, കൃത്യസമയത്ത് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമസ്കരിച്ച ഒരു പെണ്ണിന് അന്ന് എന്ത് തോന്നും? ആവേശവും ഉന്മേഷവും തോന്നും അന്നത്തെ ദിവസത്തിൽ. അത് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട്? ജീവിത ലക്ഷ്യം മനസ്സിലായി. അമൽ ഏതാണ് യഥാർത്ഥ അമൽ, ഇസ്ലാം ഉദ്ദേശിക്കുന്ന അമൽ 151 തവണ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ തവണ റബ്ബ് ചർച്ച ചെയ്തതായ മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബാ. ആ അമൽ, സാലിഹായ അമൽ, സ്വീകാര്യോഗ്യമായ അമൽ, പരലോകമോക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്നതായ അമൽ, നല്ല അമൽ, ആത്മാർത്ഥതയോട് കൂടിയുള്ളതായ അമൽ, ഇഖ്ലാസോട് കൂടിയുള്ളതായ അമൽ, അതാണ് നാം പറയുന്നത് ആദ്യമായി പരിഗണിക്കപ്പെടേണ്ടത് അമൽ. എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, പുതിയ സബ്ജക്റ്റ് ഒന്നുമല്ല. പക്ഷേ നമ്മുടെ വിഷയം ഇന്ന് മുആമലയാകുമ്പോൾ മുആമല എന്ന പദത്തിൽ കറങ്ങുന്ന ആമീല എന്ന ഒരു പദം, ഖുർആൻ ചർച്ച ചെയ്ത ശൈലി ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. ഖുർആനിനെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്തേ മുഅ്മിനീങ്ങളെ, എന്തേ സത്യവിശ്വാസികളെ, നിങ്ങൾ ഖുർആനിനെ കുറിച്ചൊന്ന് ആഴത്തിറങ്ങി ചിന്തിക്കുന്നില്ല? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളുടെ ഹൃദയത്തിൽ, അവരുടെ ഹൃദയത്തിൽ അതിൻ്റെ പൂട്ടപ്പെട്ടു പോയോ? അപ്പോൾ ഖുർആൻ ചിന്തിക്കണം എന്ന് പറയുന്നത് ഇത്തരം കാര്യമാണ് ചിന്തിക്കേണ്ടത്. ഇല്ലാത്ത ദീനിൽ ഉണ്ടാക്കലല്ല, ചിന്തിച്ചിട്ട് ദീനിലില്ലാത്തത് ഉണ്ടാക്കലല്ല, മറിച്ച് ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തേ റബ്ബ് 151 തവണ ആമീല എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ 4 തവണ ഒഴിച്ച് ബാക്കിയുള്ള തവണ മുഴുവനും ആ പരലോക മോക്ഷത്തിന് വേണ്ടിയുള്ളതായ ആ അമലാണല്ലോ അള്ളാഹ് ചർച്ച ചെയ്തത്. എന്തേ ദുനിയാവിനെ കുറിച്ച് അത്രയും ചുരുക്കം, അത്രയും തുച്ഛം പ്രാവശ്യം മാത്രം ചർച്ച ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈനംദിനം എത്ര ടൈം കൊടുക്കണം പരലോകത്തിലേക്ക്, എത്ര ടൈം കൊടുക്കണം ഇഹലോകത്തിലേക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇനി പിന്നെ ഒരു ആത്മപരിശോധന നടത്താം. ഓരോ ദിവസത്തിൽ ഞാൻ എത്ര ടൈമാണ് പരലോകത്തിന് വേണ്ടി കൊടുക്കുന്നത്? ആ കൊടുക്കുന്നത് തന്നെ കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നുണ്ടോ? നിസ്കരിക്കുകയാണെങ്കിൽ ആ ഭക്തിയോടുകൂടി നിസ്കരിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മെ ചിന്തിപ്പിക്കുമ്പോൾ അവിടേക്ക് ആ റിസൾട്ടിലേക്ക് എത്തുന്നു. റബ്ബ് പറഞ്ഞ ആ ശൈലിയിലേക്ക്. എന്ത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. എന്തേ അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. പൂട്ടുണ്ടോ അവരുടെ ഹൃദയത്തിൽ? പിന്നെ അമല് പരലോകത്തിലേക്കാണെങ്കിലും ഇഹലോകത്തിലേക്കാണ്, ഏത് അമലാണെങ്കിലും അള്ളാഹിൻ്റെ വീക്ഷണത്തിൽ, അള്ളാഹുവിൻ്റെ ഇലാഹി റാഡാറ് അത് വീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പരലോക അമലാണെങ്കിലും ഇഹലോക അമലാണെങ്കിലും അത് രണ്ടു പോലെയാണ്. ഞാനിപ്പോൾ കഫീലെടുക്കുക വർക്ക് ചെയ്യില്ലേ, കഫീൽ ശമ്പളം തരുന്നില്ലല്ലോ, കഫീൽ കൂട്ടാക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കമ്പനിക്കാരൻ എന്നെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഇപ്പോൾ എന്നെ കാണുന്നില്ലല്ലോ. എന്നീ ചിന്ത, ഈ മുറാഖബത്തില്ലാത്ത ചിന്ത ഏത് അമലാണെങ്കിലും പാടുള്ളതല്ല. ഭൗതിക അമലാണെങ്കിലും പാടുള്ളതല്ല, പരലോക അമലാണെങ്കിലും പാടുള്ളതല്ല. എന്തുകൊണ്ട്? ഒമാ തകൂനു ഫീ ശൈഇൻ ഒമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ. നമ്മുടെ വിഷയം ഏത്? നീ ഏത് വിഷയത്തിൽ, ഏത് പ്രശ്നത്തിൽ, ഏത് കാര്യത്തിൽ നീ ഖുർആൻ പാരായണം ചെയ്യുന്ന വേളയിൽ, നീ വല്ല അമലുകൾ ചെയ്യുന്ന വേളയിൽ, വലാ തഅമലൂന മിൻ അമലിൻ, നകിറ, ഏത് അമൽ ചെറുതോ വലുതോ, ഏത് അമൽ നീ ചെയ്യുമ്പോൾ ഇല്ലാ കുന്ന അലൈക്കും ഷൂദാ, നാം അതിന് സാക്ഷികളായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, നാം അവകൾക്ക് ദൃസാക്ഷികളായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, നാം അവകൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. റബ്ബിന്റെ വാക്കാണ്. ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദാ ഇത് തുഫീദൂന ഫീ, നിങ്ങൾ അതിൽ മുഴുകുന്ന വേളയിൽ, മുഴുകുന്നത് സുജൂദാണെങ്കിൽ, അല്ലദീ യറാക ഹീന തഖൂം, നിങ്ങൾ രാത്രി നിന്ന് നമസ്കരിക്കുന്നത് അവൻ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ശൈലി ഖുർആനിലുണ്ട്. ജമാഅത്തോട് കൂടി പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ സുജൂദ് ചെയ്യുന്നവരോടൊപ്പം നീ സുജൂദ് ചെയ്യുന്നതും നാം കാണുന്നുണ്ട്. റബ്ബിന്റെ ശൈലിയാണ്. അതുപോലെ തന്നെ ഇത് തുഫീദൂന ഫീഹി, ആ ഫിലിമിൽ നീ മുഴുകിയിരിക്കവേ, ആ അശ്ലീലത്തിൽ നീ മുഴുകിയിരിക്കവേ, ആ പൈങ്കിളി സാഹിത്യത്തിൽ നീ മുഴുകിയിരിക്കവേ, ആ ഗാനമേളയിൽ നീ മുഴുകിയിരിക്കവേ, ആ വിനോദാഭാസങ്ങളിൽ നീ മുഴുകിയിരിക്കവേ, ഇത് തുഫീദൂന ഫീഹി, അത് എല്ലാറ്റിലും കടക്കും. മനസ്സിലായില്ലേ?
ഇത് തുഫീദൂന ഫീഹി വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. നിന്റെ നാഥനായ റബ്ബിനെ തൊട്ട് നീ ചെയ്യുന്ന അമലുകളിൽ ഒരണുവിൻ്റെ അത്രയോ അതിൻ്റെ ചുരുക്കമോ അതിൻ്റെ കൂടുതലോ അള്ളാഹിന്റെ ദൃഷ്ടിയിൽ പെടാതെ സംഭവിക്കുക തന്നെ ഇല്ല. ചെറുതോ വലുതോ, അണു അതിൻ്റെ ചെറുതോ അണു അതിൻ്റെ വലുതോ, റബ്ബ് അവൻ്റെ കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ വിശ്വാസം നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ ചലനങ്ങൾ, ഓരോ പ്രവർത്തനങ്ങൾ റബ്ബ് കാണുന്നു എന്ന ഉറപ്പോടുകൂടിയാണ് നാം ചെയ്യുന്നതെങ്കിലോ അത് കൃത്രിമം വരൂല, വഞ്ചന വരൂല, തട്ടിപ്പ് വരൂല, വെട്ടിപ്പ് വരൂല. ഇതാണ് നമുക്ക് പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അമലുകൾ പറയുമ്പോൾ പിശാചുകളും അമൽ ചെയ്തിരുന്ന ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, പിശാചുകൾ അമൽ ചെയ്യാറുണ്ടായിരുന്നു. പിശാചുകൾ ഡ്യൂട്ടി നിർവഹിക്കുന്ന വേളയിൽ അള്ളാഹ് പറയുന്നു നാമാണ് അവരെ സംരക്ഷിച്ചത്. ആരെ? പിശാചുകളെ. എപ്പോൾ? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി കടലിൽ മുങ്ങ, എന്നിട്ട് മുത്തുകൾ കൊണ്ടുവരാ, എന്നിട്ട് സുലൈമാൻ നബിക്ക് സേവിക്കുക. അപ്പോൾ ഇത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പണ്ട് പിശാചുകളും അമൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, പിശാചുകളുടെ അമലും അള്ളാഹു പറയുന്നുണ്ട്. ഭൗതിക അമൽ എന്ന് പറയുന്നത് അവരും പണ്ട് കാട്ടിയിട്ടുണ്ട്, നിങ്ങളും കാട്ടും പോലെ എന്ന് പറയും പോലെ. മനസ്സിലായില്ലേ? സഹോദരന്മാരെ, സഹോദരികളെ, നാം ഏത് അമൽ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആർക്കും തന്നെ സ്വയം ഞാൻ നല്ലൊരു അമൽ ചെയ്തല്ലോ, ഞാൻ നല്ലൊരു മനുഷ്യനാണല്ലോ എന്ന് സ്വയമായിട്ട് തോന്നിപ്പോകാൻ പാടില്ല. അതുപോലെ തന്നെ നാം മറ്റുള്ളവരെ കുറിച്ചും എന്ന് പറയാൻ പാടില്ല. നല്ല ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന് മുഖം നോക്കി പുകഴ്ത്താനും പാടുള്ളതല്ല. മനസ്സിലായില്ലേ? പിന്നെ അഥവാ നിർബന്ധിതാവസ്ഥയിൽ വല്ല സ്റ്റേജുകളിലോ വല്ല പരിചയപ്പെടുത്തിയും കൊണ്ട് എഴുതുമ്പോഴോ ഒരാളെ നല്ല വ്യക്തിയാണ് എന്ന് എഴുതേണ്ട കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം അല്ലേ? കാരണം വിശ്വസിക്കാൻ പറ്റാത്ത യുഗമാണ് ആരും ആരെയും. അതുകൊണ്ട് പലപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ജോലിക്ക് വേണ്ടിയോ എന്ന് പറയും, ഇന്നാളെ കടലാസ് കൊണ്ടുപോവാ, അദ്ദേഹം നിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന എഴുത്ത് കൊണ്ടുപോവാ എന്നൊക്കെ പറയും. അപ്പോൾ എന്ത് വേണ്ടി വരും? എഴുതി കൊടുക്കേണ്ടി വരും. അപ്പോഴും എന്ത് പാടുള്ളതല്ല, പച്ചയിൽ അങ്ങോട്ട് നല്ല മനുഷ്യൻ തന്നെയാണ്, അദ്ദേഹം മഹാവ്യക്തിയാണ് എന്ന് പറഞ്ഞിങ്ങനെ പച്ചയിൽ പറയുന്നതിന് പകരം ഞാൻ അങ്ങനെ കരുതുന്നു, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. റസൂല പറയാനായിട്ട് ഞാൻ പറയല്ല, റസൂല പറയാണ് എന്ത്? ഞാൻ കരുതുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണെന്നാണ്. യാഥാർത്ഥ്യം എനിക്കറിയില്ല. യാഥാർത്ഥ്യം മനസ്സിലായോ? അഹ്സിബുഹു കദാലിക വല്ലാഹു ഹസീബു. ഞാൻ അവനെ കരുതുന്നത് അങ്ങനെയാണ്, നല്ലൊരു മനുഷ്യനാണെന്നാണ്. അള്ളാഹ്ക്കറിയാം അവന്റെ യഥാർത്ഥ രൂപം എന്ന രൂപത്തിലാണ് പറയേണ്ടത്. അള്ളാഹ് പറയുന്നു ലാ തുസക്കൂ അൻഫുസകും വഹുവ അലമു ബിമൻ ഇത്തഖാ. ആരും അവരുടെ ശരീരത്തെ നന്നാക്കി പറയരുത്, നല്ലവരാര് അല്ലാത്തവരാര് എന്നത് അള്ളാഹ്ക്കാണ് അറിയുക, നിങ്ങൾക്കറിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വയം നന്നാക്കി പറയുക ഒരിക്കലും പാടുള്ളതല്ല. സ്വന്തം മാദിഹു നഫ്സിഹി ഖാദിബ് എന്നാണ് അറബി പഴമൊഴി, ഇവിടുത്തെ നാടൻ പഴമൊഴി. മാദിഹു നഫ്സിഹി ഖാദിബ്, മനപ്പാടായിക്കോളി. മാദിഹു നഫ്സിഹി, സ്വന്തം പൊക്കി പറയുന്നവൻ കാദിബ്, പടുക്കള്ളനാണ്. മനസ്സിലായില്ലേ? മാദിഹു നഫ്സിഹി കാദിബ് എന്നതാണ്. അപ്പോൾ സ്വന്തം പൊക്കുമ്പോൾ തന്നെ അത് അർഹതയില്ലാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്തിനാ പൊക്കേണ്ട ആവശ്യം? അവനിൽ നന്മയുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അറിയും. അതുപോലെ തന്നെ എല്ലാവരെക്കാളും മുമ്പ് അള്ളാഹ്ക്ക് അറിയുകയും ചെയ്യും. പൊക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരാൾ ചിലപ്പോൾ പരലോക അമലുകൾ അല്പം ചെയ്താൽ മഹാവിജയത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ദുനിയാവിൽ സമ്പാദിച്ചതിൻ്റെ അത്ര ശമ്പളം കിട്ടും അല്ലേ? പരലോകം അങ്ങനെയല്ല. ദുനിയാവിൽ ഇപ്പോൾ 2 മാസം ജോലി ചെയ്താൽ 2 മാസത്തെ കിട്ടും, 2 മാസം ജോലി ചെയ്താൽ 5 മാസത്തെ കിട്ടൂല അല്ലേ? അതെ.
പരലോകം അങ്ങനെയല്ല. ഒരു സഹാബി, ഒരു വ്യക്തി പോർക്കളത്തിൽ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നു. സംഭവം ബുഖാരിയിലാണ്, 2808 നമ്പർ ഹദീസ് ബുഖാരിയിൽ. പറഞ്ഞു, ദൂതരെ, ഞാൻ മുസ്ലിം ആവണമോ നിങ്ങളുടെ കൂടെ പോരാടണമോ, എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചു. റസൂൽ പറഞ്ഞു, ആദ്യം മുസ്ലിം ആവുക പിന്നെ പോരാടുക എന്ന് പറഞ്ഞു. ആദ്യം മുസ്ലിം ആവുക പിന്നെ പോരാടുക എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് കലിമത്ത് തൗഹീദ് ചൊല്ലി മുസ്ലിമായി പോരാടി ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് നൽകുന്നു, അല്പം അമൽ ചെയ്തു കൂടുതൽ പ്രതിഫലം ലഭിക്കപ്പെട്ടു എന്ന്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അല്പം അമലാണ് ചെയ്തത്, കൂടുതൽ പ്രതിഫലം ലഭിക്കപ്പെട്ട വ്യക്തിയായി മാറി. അപ്പോൾ ദുനിയാവിൻ്റെ അമൽ പോലെയല്ല പരലോകത്തിൻ്റെ അമൽ. മനസ്സിലായില്ലേ? അത് തന്നെ കുറിക്കുന്നു എന്ത്? ദുനിയാവിന് അത്രേ വിലയുള്ളൂ. ദുനിയാവ് മനക്കെട്ട് കിട്ടണം. പരലോകം അങ്ങനെയല്ല. പരലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിവിൻ്റെ അത്രയാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ കഴിവിനപ്പുറമുള്ളത് കൽപ്പിച്ചിട്ടില്ല. ആ ചെയ്യുന്ന കഴിവിനത്ര നമ്മുടെ കഴിവിൻ്റെ അകത്തുള്ളത് നാം ചെയ്യുമ്പോൾ അള്ളാഹിന്റെ വിശാലമായ അനുഗ്രഹം നമ്മെ പൊതിയുന്നു. നമുക്ക് വിശാലത അനുഗ്രഹം പൊതിഞ്ഞത് കാരണത്താൽ പരലോകത്തിൽ അതിലൂടെ സമ്പാദ്യങ്ങൾ ഇരട്ടിക്കിരട്ടി നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്തിന്റെ അമല്, അള്ളാഹ് പ്രാധാന്യം നൽകിയ അമല്, അള്ളാഹു തന്നെ അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇഹലോകത്തിന്റെ അമല്, അള്ളാഹ് പ്രാധാന്യം നൽകാത്തതായ അമല്, നമുക്ക് അമൽ ചെയ്യുന്ന വേളയിൽ തന്നെ അതിന്റെ റിസൾട്ട് കുറഞ്ഞു കാണുമ്പോൾ മനസ്സിലാക്കാം ഇത് ഇവിടെ ജീവിക്കാനുള്ളതല്ല. കെട്ടിടം കെട്ടി, നല്ല സുന്ദരമായ കെട്ടിടം, കഴിഞ്ഞ കൊല്ലം പോയിട്ട് കേരളത്തിൽ 1 നമ്പർ ഒരു 10 കൊല്ലം സമ്പാദിച്ച് കിട്ടിയ കാശ് കൊണ്ട് ഒരു പാലസ് നിർമ്മിച്ചു. എന്നിട്ട് നാട്ടിൽ നിന്നിട്ട് ഇവിടെ വന്നു, മടങ്ങി പിറ്റേത്തെ കൊല്ലം നാട്ടിലേക്ക് പോയപ്പോൾ മിനുക്കവും പോയി, തിളക്കവും പോയി, ഭംഗിയും പോയി. ഒരു മഴ വന്ന സാധനം പോയേ അല്ലേ? ഒരു മഴ വന്നാൽ ആ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഇതാണ് ഭൗതികമായ ഏത് നേട്ടത്തിന്റെ സ്ഥിതി. അതുകൊണ്ട് നാം പറയാറുണ്ട്, വെയിൽ തട്ടുമ്പോൾ പിന്നും പറയേണ്ടതില്ല. വെയിലുള്ള നാടാണെങ്കിൽ, ഈ നാടൊക്കെ വെയിൽ കൂടുതലുള്ള നാടാണ് മഴയേക്കാൾ അല്ലേ. ശക്തിയുള്ള വെയിൽ തട്ടുമ്പോൾ ആ ഭംഗിയും മിനുക്കങ്ങളൊക്കെ പോകുന്നു. ഇത് കുറിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള സാർവതും കുറിക്കുന്നത് ഇത് സ്ഥിരതയുള്ളതല്ല, ഇത് താൽക്കാലികം മാത്രമാണ്. എന്നേക്കും ലംഘിക്കൊണ്ടേ ഭംഗിയോടെ നിന്നുകൊണ്ടേ ഇരിക്കുന്ന ഇന്ന് കണ്ട ഹുറുല്ലിങ്ങളല്ല, ഇന്ന് കാണുന്ന ഭർത്താവല്ല, ഇന്ന് കാണുന്ന ഭാര്യയല്ല. പരലോകത്തിൽ അന്ന് ഓരോ ദിവസവും പുരുഷനായിരുന്നാലും പെണ്ണായിരുന്നാലും ഭംഗിയിൽ ഭംഗി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇഷ്ടമുള്ള ഭംഗി ഉയർന്നുകൊണ്ടേയിരിക്കും. ഇഷ്ടമുള്ള ഭംഗി വികസിച്ചു കൊണ്ടേയിരിക്കും. പരലോകത്തിന്റെ സ്ഥിതി അതാണ്. ഓരോ നിമിഷത്തിലും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, ഒരു കാതും കേട്ടിട്ടില്ലാത്തതും, മനുഷ്യ ഹൃദയത്തിൽ ഉദിച്ചിട്ടില്ലാത്തതുമാണ് പരലോകം. അങ്ങനെയുള്ള പരലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നതായ ആ ആഡംബരത്തെ കുറിച്ച് റബ്ബ് പറഞ്ഞ ശൈലിയാണ് എന്ത്? ഫിഹാ, അവിടെയുണ്ട് മനുഷ്യന്റെ ഹൃദയം ഇച്ഛിക്കുന്നതുണ്ട്, മനുഷ്യന്റെ കൺ കുളിരുന്നതുണ്ട്. ഇവിടെ നിങ്ങൾ കെട്ടിയ പാലസിൽ ഒരു കൊല്ലം താമസിക്കും, പിറ്റേത്തെ കൊല്ലം പഴയതായി. ഇവിടെ നിങ്ങൾ വാങ്ങിയ കാറ് ഒരു കൊല്ലം ഓടി, പിന്നെ ആക്സിഡന്റ് ആയ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഉടക്കായി അല്ലേ? അങ്ങനെയാണ്. അവിടെയല്ല, അവിടെ അതല്ല. അവിടെയുള്ള പാലസുകളിൽ, അവിടെയുള്ള രമ്യഹർമ്മ്യങ്ങളിൽ, അവിടെയുള്ള പൂന്തോപ്പുകളിൽ, അവിടെയുള്ള സർവാനുഗ്രഹങ്ങളിൽ നിങ്ങൾ എന്നും സ്ഥിരമായി ഒരേ രൂപത്തിൽ അവിടെ ആസ്വാദനം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്ന ലോകം. അള്ളാഹു ആ ലോകത്തിൽ ജീവിക്കുന്നവരിൽ, സുഖിക്കുന്നവരിൽ, ആസ്വദിക്കുന്നവരിൽ നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. അതെ, നമ്മൾ പറഞ്ഞു വരുന്നത് അമൽ എന്ന വിഷയമാണ്. ജോലി യഥാർത്ഥ ജോലി പരലോകത്തിലേക്കുള്ള ജോലിയാണ് എന്ന് ഇതുവരെ പറഞ്ഞിരുന്നത് മനസ്സിലായി. അതേ സമയത്ത് ഇഹത്തിലുള്ളതായ ജോലി അനിവാര്യമാണ് പരലോകത്തിലേക്ക് വേണ്ടി പാലം കെട്ടാനാണെങ്കിൽ. വെറും ഇഹലോകം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിലോ അള്ളാഹിൻ്റെ കോപം അതിൽ കടക്കും.
من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا من كان يريد العاجلة ഒരാൾ ഈ ഭൗതിക നേട്ടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, സമ്പാദ്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, മൻകാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫിഹാ മാ നശാഉ ലിമൻ നുരീദ്. ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്, നാം ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്നതായ ഭൗതിക നേട്ടങ്ങൾ കൊടുക്കും. എല്ലാവർക്കും കിട്ടൂല. അതുകൊണ്ട് തന്നെ എല്ലാവരും സമ്പാദിച്ചാൽ കിട്ടാറുണ്ടോ? ഇല്ല. സമ്പാദിക്കും, എല്ലാവരും സമ്പാദിക്കും. പക്ഷെ കിട്ടുന്നവരാരാണ്? സമ്പാദ്യത്തിൽ വിജയം നേടുന്നവർ വളരെ ചുരുക്കമാണ്. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർ. ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا. നിന്ദ്യനായി, നികൃഷ്ടനായി പരലോകത്തിന് വേണ്ടി ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ ഈ ഭൗതിക ജീവിത ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചത് കൊണ്ട് ഞാൻ നിന്ദ്യനും നികൃഷ്ടനുമായ നരകത്തിലേക്ക് അവനെ തള്ളും. അതേ സമയത്ത് ആരെങ്കിലും പരലോകമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അവന്റെ ജീവിതത്തിൽ, പക്ഷേ പരലോക ലക്ഷ്യം വെക്കുമ്പോൾ എന്ത് വേണം? ശ്രദ്ധിക്കുക. അതിനുവേണ്ടി എത്തിക്കണം. ഓഹുവ മുഅ്മിൻ, അവൻ ഏകദൈവ വിശ്വാസിയായിട്ട് എത്തിക്കണം. അവൻ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അറക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിക്കുന്ന വജ്ഹത്തിന്റെ ഉടമയായി ജീവിക്കണം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന തത്വത്തിന്റെ ഉടമയായി ജീവിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തത്വത്തിന്റെ ഉടമയായി ജീവിക്കണം. എന്നല്ലാതെ ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ പറ്റൂല. അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കാതെ തവക്കുലാക്കാത്ത ജീവിച്ചാലും പറ്റൂല. മനപ്പാടം ഇടണം, അടിവരകണം. അപ്പോൾ സത്യവിശ്വാസിയായും കൊണ്ടാണ് ഒരാൾ പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നതെങ്കിൽ ആ വിഭാഗം അള്ളാഹ് നന്ദി ചെയ്യുന്നവരാണ്. അള്ളാഹ് ശുക്രൻ എന്ന് പരലോകത്തിൽ പറയുന്നവരാണ്. മഷ്കൂർ, ഭാഗ്യം. പക്ഷേ ഇങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും അള്ളാഹു പറയുന്നു, പരലോകം ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിച്ചത്, ഇഹലോകം ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക്, ഇവർക്കെല്ലാം ഞാൻ തീരുമാനിച്ച ഓഹരി രണ്ട് വിഭാഗത്തിനും ഞാൻ കൊടുക്കും. അവർക്കൊക്കെ എൻ്റെ നിഅമത്ത് അവരിൽ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയില്ല? മഹദൂറാക്കി മാറ്റൂല, വിരോധിക്കപ്പെട്ടതാക്കി മാറ്റൂല, നിഅമത്തിന് അർഹപ്പെട്ടവരല്ലാതെയാക്കി മാറ്റൂല. ഇഹലോകം ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ പ്രയത്നിക്കുമ്പോൾ പ്രയത്നഫലം അവരിൽ കാണും. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്ന് പറയാൻ, മാനദണ്ഡമാക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലേക്ക്. മനസ്സിലായില്ലേ? ഒരാൾ പുരോഗതി പ്രാപിക്കുമ്പോൾ, ഒരാൾ കെട്ടിടം കിട്ടുമ്പോൾ, ഒരാൾ വിസയിലൂടെ സമ്പാദിക്കുമ്പോൾ, ഒരാൾ ഭൗതിക നേട്ടങ്ങൾ നേടുമ്പോൾ, കണ്ടില്ലേ മൂപ്പര് നമസ്കരിച്ചിട്ടില്ല എന്നിട്ടും കിട്ടിയില്ലേ മൂപ്പർക്ക് നേട്ടം എന്ന ചിന്ത വന്നു പോകാൻ പാടില്ല. ഭൗതിക നേട്ടങ്ങൾ ഒരിക്കലും അള്ളാഹ് പ്രീതിപ്പെട്ടു എന്നതിലേക്ക് എന്തല്ല? മാനദണ്ഡമല്ല, തെളിവല്ല. മനസ്സിലായില്ലേ? എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം അള്ളാഹ് റഹീമാണ്, അള്ളാഹ് റഹ്മാനാണ്. അപ്പോൾ റഹ്മാനായ റബ്ബുൽ ഇസ്സത്തിന്റെ ആ വിശാലമായ അനുഗ്രഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു. പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഞാൻ സാധാരണ പറയാറുണ്ട്, അള്ളാഹിന്റെ അനുഗ്രഹം 100 എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ വിവരിച്ച ഒരു ഹദീസിൽ അതിൽ ഒരെണ്ണമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. 100 നിന്നിട്ട് ഇന്ന് ലോകം കാണുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? ഈ ആകാശങ്ങൾ, അതിലുള്ള നക്ഷത്രങ്ങൾ, അതിലുള്ള ചന്ദ്രൻ, അതിലുള്ള സൂര്യൻ, അതിൽ പെയ്യുന്ന മഴകൾ, അതിൽ കാണുന്നതായ വിഭവങ്ങൾ, അതിലുള്ളതായ കൃഷികൾ, എന്തെല്ലാം ഇപ്പോൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു മനുഷ്യരാശി, ജിന്നുവർഗം. ഇതെല്ലാം അള്ളാന്റെ 100 അനുഗ്രഹത്തിൽ ഒരനുഗ്രഹം മാത്രമാണ്. റസൂൽ പറയാണ്, അതിൽ 99 സൂക്ഷിച്ചു വെക്കുകയാണ്. എവിടെ? പരലോകത്തിലേക്ക് വേണ്ടി ജീവിച്ചവർക്ക് അള്ളാഹ് സൂക്ഷിച്ചു വെച്ച ആ മഹാ സ്വർഗീയ ജീവിതത്തിലേക്ക്. 99 അവിടെ, ഒരെണ്ണം മാത്രമാണ് ഇവിടെ കാണുന്ന സർവ്വ അനുഗ്രഹങ്ങൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് റസൂൽ പറയുന്നൊരു ശൈലിയുണ്ട്, ലൗകാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊൽ. ഒരു കൊതുവിൻ്റെ ചിറക്, ഒരു പ്രാണിയുടെ ചിറകുണ്ടല്ലോ, അതിൻ്റെ അത്ര വില
അള്ളാന്റെ അടുക്കൽ ഈ ദുനിയാവിനുണ്ടെങ്കിൽ ലമാ സഖാ കാഫിറുൻ ശർബത മാ, ഒരു സത്യശേരിയായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്ത, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്നതായ കാഫിറിന് ഒരു തുള്ളി വെള്ളം അല്ല ഇവിടെ നൽകുകയില്ലായിരുന്നേനെ. ഇവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നവര് എന്തുകൊണ്ട് ആസ്വദിക്കുന്നു? അതിനൊന്നും അള്ളാഹിന്റെ അടുക്കൽ വിലയില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? വിലയില്ലാത്തത് കൊണ്ടാണ്. വില അള്ളാഹിന്റെ അടുക്കൽ മുഅ്മിന് മാത്രം, സത്യവിശ്വാസിക്ക് മാത്രം. ആ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അതെ, അമലിൻ്റെ പ്രത്യേകത പറയുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ഓരോരുത്തരും ഗൗനിക്കേണ്ട ഒരു ഭാഗമാണ്. നിങ്ങളെ ഞാനിപ്പോൾ കേൾപ്പിക്കുന്നതായ സംഭവം ഒരു മഹാസംഭവം. അത് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സഹീൽ റിപ്പോർട്ട് ചെയ്തതായ ഭാഗമാണ്. അതിൻ്റേതാകുന്ന പ്രാധാന്യം നൽകിയും കൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കുക. ബുഖാരിയിൽ 7003 7004 ഹദീസ് നമ്പർ. സംഭവം എന്താണ്? ഉമ്മുൽ അലാഇ എന്ന ഒരു അൻസാരി പെണ്ണ്, എല്ലാവരും എൻ്റെ കൂടെയാണല്ലോ. ഉമ്മുൽ അലാഇ എന്ന ഒരു അൻസാരി പെണ്ണ് റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മദീനയിലേക്ക് മുഹാജിറുകൾ വന്നപ്പോൾ നിരക്കിട്ടെടുത്തു. അൻസാറുകളുടെ ഇടയിൽ ആദ്യം വന്ന ഉടനെ തന്നെ ആരെ കൊണ്ടുപോകണം, ആരെടുക്കൽ അതിഥിയാവണം എന്ന രൂപത്തിൽ വന്ന ഉടനെയാണ്, ഹിജ്റ വന്ന ഉടനെയാണ് മുഹാജിറുകളെ കിട്ടണം, അതിഥികളായ വീട്ടിലേക്ക് കിട്ടണം. അങ്ങും ഇങ്ങും ഞങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ നിരക്കിടാൻ ആരംഭിച്ചു. അങ്ങനെ നിരക്കിട്ടപ്പോൾ ഞങ്ങളുടെ കബീലയിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടിയ ഒരു മുഹാജിർ പുരുഷനായിരുന്നു ആര്? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു. എന്താണ് പേര്? ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടിയ മുഹാജിറായ അതിഥിയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോയി. ഉമ്മുൽ അലാ പറയുന്ന അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുകയും ചെയ്തു. മുഹാജിറുകൾ എന്നിട്ട് ആദ്യം മരിച്ച വ്യക്തി ഇനി മറക്കൂലല്ലോ. പണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ക്ലാസ്സിലൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ പഠിച്ച കാര്യമാണ്. ആദ്യമായിട്ട് മരിച്ച മുഹാജിറിൻ്റെ പേരാണെന്ത്? ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ കഥ പറയുമ്പോൾ ഖബർ സന്ദർശനം ഇസ്ലാം അനുവദിച്ച ശൈലിയൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഖബറിൽ കെട്ടിപ്പൊക്കാൻ പാടില്ല, ഖബർ സന്ദർശിക്കൽ സുന്നത്താണ്, സലാം പറയൽ സുന്നത്താണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താണ്. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ മഹാതത്വങ്ങൾ മരണത്തോടടുത്ത സന്ദർഭങ്ങളിൽ പറഞ്ഞതായ ശൈലിയിൽപ്പെട്ട ഭാഗങ്ങൾ അത് എതിർത്തുകൊണ്ട്, അത് ധിക്കരിച്ചുകൊണ്ട്, അത് തള്ളിയും കൊണ്ട് ഈ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറിൻ്റെ മീതെ മഹാപാറക്കല്ലുണ്ടായിരുന്നു. സഹാബാക്കൾ എന്നിട്ട് കുട്ടിപ്രായമുള്ള സഹാബാക്കൾ അതിൻ്റെ മീതെ കടന്നു ചെന്ന് ചാടാറുണ്ടായിരുന്നു എന്ന ബുഖാരിലുള്ള ഹദീസിനെ ചൊല്ലി യഥാർത്ഥത്തിൽ ഖബറിൻ്റെ മീതെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ലെങ്കിൽ എങ്ങനെ അത്ര വലിയ കല്ലുണ്ടായി എന്ന് ചോദിച്ചുകൊണ്ട് ജനങ്ങളെ അറിവില്ലാത്തവർ കവളിപ്പിക്കുന്നതായ കാലഘട്ടം വന്നപ്പോൾ, അങ്ങനെയുള്ള സീഡികളും കേസറ്റുകളും വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ സാദി ഇവിടുന്ന് മറുപടി പറഞ്ഞ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നീട്ടി വലിച്ചിട്ട് ഇതേ കെട്ടിടത്തിൽ 20ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം സംസാരിച്ച സീഡികളിലും അല്ലെങ്കിൽ കേസറ്റുകളിലും കേൾക്കാവുന്നതാണ് സംഭവം. ഓർമ്മ വന്നല്ലോ പഴയ മുഖങ്ങൾക്ക് സംഭവം. സംശയമുണ്ടല്ലേ? സംശയമുണ്ട്. എന്ത് വേണം? എന്താ മറുപടി? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറിൻ്റെ മീതെ മഹാപാറക്കല്ലുണ്ടായി എന്നും ആ പാറക്കല്ലിൻ്റെ മീതെ സഹാബി കുട്ടികൾ ചാടൽ അറിയില്ലേ? നിങ്ങൾ ചാടുന്ന അറിയില്ലേ? ചാട്ടം മീതെ കയറി, കാസർഗോഡ് ഭാഷയിൽ പറയുന്നത് തുള്ളൽ എന്നാണ്, ചാടൽ എന്നല്ല. ചാടി കടക്കാറുണ്ടായത്. അപ്പോൾ ഒക്കെ കൊണ്ട് നല്ല അർത്ഥം എന്നൊക്കെ ചോദിക്കപ്പെടാറുണ്ട് അല്ലേ? എന്താ മറുപടി? ഓർമ്മയുണ്ട് ഏകദേശം.
മദീനയിലേക്ക് റസൂൽ കടന്നു വന്ന ഉടനെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാട്ടാ, ക്ഷീണം മാറാൻ വേണ്ടിയാണ്, അതുകൂടി പഠിക്കേണ്ട കാര്യമാണ്. മദീനയിലേക്ക് റസൂലുള്ള കടന്നു വന്ന ഉടനെ തന്നെ ഇവിടെയുള്ളതായ ജനങ്ങൾ മുസ്ലിങ്ങളായി മാറിയപ്പോൾ, മുസ്ലിങ്ങളായി മാറിയവരിൽ നിന്നിട്ട് അസ്അദ് ഇബ്നു സുറാറയെ പോലത്തെ അൻസാരികൾ ആദ്യം മരിച്ചവരിൽപ്പെട്ടവരാണ്. എന്നതുപോലെ തന്നെ ആദ്യമായിട്ട് മരിച്ച ഒരു വ്യക്തിയാണ് മുഹാജിറുകളിൽ ആര്? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ വേറെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വേറെ, ഉസ്മാൻ ഇബ്നു തൽഹ വേറെ. ഈ മൂന്നാളെയും വെവ്വേറെ മനസ്സിലാക്കണം. ഇവരൊക്കെ പ്രശസ്തരാണ്. ഉസ്മാൻ ഇബ്നു തൽഹ ആരാണ്? ഉസ്മാൻ ഇബ്നു തൽഹ കാബയുടെ താക്കോലിന്റെ ഉടമ. കാബയുടെ മടക്കി പറയാം, ഉസ്മാൻ ഇബ്നു തൽഹ മനപ്പാടമാക്കിക്കോളി, മറക്കരുത്. കാബയുടെ താക്കോലിന്റെ ഉടമ. മക്ക റിപ്പബ്ലിക് ദിവസത്തിൽ അദ്ദേഹത്തിൽ നിന്നിട്ടാണ് റസൂൽ എന്ത് ചെയ്തത്? കാബത്തിന്റെ താക്കോല് വാങ്ങിയത്. എന്നിട്ട് അദ്ദേഹം അന്ന് മുസ്ലിമോ അല്ലേ എന്നതിൽ ചർച്ചയുണ്ട്. ഹുദൈബിയ സന്ധിയിൽ മുസ്ലിമായി, അപ്പോൾ മക്ക റിപ്പബ്ലിക്കിൽ മുസ്ലിം ആയിരുന്നു എന്ന അഭിപ്രായം ഒരഭിപ്രായമാണ്, മറ്റൊന്നല്ല അപ്പോൾ മുസ്ലിമായതാണ്. ഏതായാലും മുസ്ലിമായ സഹാബിയാണ് അദ്ദേഹം. അപ്പോൾ മുസ്ലിമോ അല്ലേ എന്നതിലെ ചർച്ചയുള്ളൂ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ തൽഹയെ കുറിച്ചാണ് പറയുന്നത്. ആ താക്കോൽ റസൂൽ എന്ത് ചെയ്തു? കാബ തുറന്ന ശേഷം മടക്കി കൊടുത്തു. പരാക്രമികളല്ലാതെ നിങ്ങളിൽ നിന്നിട്ട് ഇത് മടക്കി വാങ്ങുകയില്ല, പരാക്രമികളായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് മടക്കി വാങ്ങലെന്ന പദപ്രയോഗം നടത്തിയെന്ന് ഹദീസിൽ കാണാം. ഇന്ന് വരെ പരാക്രമികൾ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ ഉസ്മാൻ ഇബ്നു തൽഹയുടെ കുടുംബത്തിലാണ്, ഷൈബ കുടുംബത്തിലാണ് ഇന്ന് വരെ താക്കോല്. അബ്ദുള്ള രാജാവ് വരേക്കും ഇപ്പോൾ കാബം കഴിയുക കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ മകൻ അഥവാ ഫൈസലിൻ്റെ മകൻ മക്കയിൽ ഇപ്പോൾ ഗവർണറായ അല്ലേ വ്യക്തി അല്പ ദിവസങ്ങൾക്ക് മുമ്പ് കാബം എന്ത് ചെയ്തു? കഴിയില്ലേ? കഴിയാൻ വേണ്ടി വന്നപ്പോൾ ഈ കുടുംബമാണ് താക്കോല് കൊടുത്തത്, തുറന്നു കൊടുത്തത്. ഏത് കുടുംബം? ഞാൻ നേരത്തെ പറഞ്ഞ റസൂൽ ഏൽപ്പിച്ച കുടുംബം. പിന്നെ രണ്ടാമത്തെ വ്യക്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് ഉസ്മാൻ അഫ്ഫാൻ അല്ലേ? നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വ്യക്തിയോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഇനി മാറൂലല്ലോ, ഇനി മറക്കൂലല്ലോ. അതെ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു മരിച്ചതായ വേളയിൽ അവർ ആദ്യമായിട്ട് മദീനത്ത് റസൂലുള്ളാഹിന്റെ ഹിസ്റ്ററിയിൽ, റസൂലുള്ള മദീനയിൽ വന്ന ശേഷം ആദ്യമായിട്ടാണ് ഖബർസ്ഥാനം ഉണ്ടാകുന്നത്. അതുവരെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകം എന്തില്ല? ഖബറില്ല. മുസ്ലിങ്ങൾ എന്നിട്ട് ആരും മരിച്ചിട്ട് വേണ്ടേ ഖബറുണ്ടാവാൻ? മനസ്സിലല്ലേ? അപ്പോൾ മുസ്ലിങ്ങളിൽ നിന്നിട്ട് ആദ്യം മരിക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് മുഹാജിറുകളിൽ നിന്നിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ബഖീ എന്ന, ഇപ്പോൾ നാം ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനമുള്ള സ്ഥലം അന്ന് കാടായിരുന്നു. കാട് സ്ഥലങ്ങളിലേക്ക് റസൂലും സഹാബത്തും ഇവിടെ വന്ന ഉടനെ തന്നെ മുഹാജിറുകളും റസൂലുള്ളാഹിന്റെ ഭാര്യമാരൊക്കെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി രാത്രി വേളയിൽ അവിടേക്കാണ് പോകാറുള്ളത്. കക്കൂസില്ലല്ലോ ആ കാലഘട്ടത്തിൽ. അപ്പോൾ കക്കൂസ് വീട്ടിൻ്റെ പരിസരത്ത് ഇല്ലാത്തത് കൊണ്ട് ആ കാടൻ പ്രദേശത്തിലേക്കാണ് പോകാറുള്ളത്. അങ്ങനെയുള്ള ഒരു കാടൻ പ്രദേശമായിരുന്നു എന്ത്? ബഖീ. ബഖീ എന്ന് തന്നെ പറയാൻ പഠിച്ചല്ലോ. പാകിസ്ഥാനികൾ പറയും പോലെ ജന്നത്തുൽ ബഖീ എന്ന് പറയാൻ നിർബന്ധമില്ലല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ഒരു പേരില്ല. എന്ത്? ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന പേര് അത് പാകിസ്ഥാൻ പേരാണ്, അത് അറബി പേരല്ല. എന്താണ് അറബി ഭാഷയിൽ അതിൻ്റെ പേര്? ബഖീഉൽ ഗർഖദ് അല്ലെങ്കിൽ മഖ്ബറത്തുൽ ബഖീ. അവിടെ എഴുതി വെച്ചായിട്ട് കാണാം ബഖീഉൽ ഗർഖദ് എന്ന്. ഗർഖദ് അവിടെയുള്ള ഉണ്ടായിരുന്ന വൃക്ഷത്തിൻ്റെ പേരാണ്. അതെ, അപ്പോൾ പൊങ്ങി നിൽക്കുന്ന കാടൻ പ്രദേശമാകുന്ന ബഖീ എന്ന സ്ഥലത്ത് റസൂലുള്ള ഉസ്മാനിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് ഖബറടക്കി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറടക്കാൻ വേണ്ടിയുള്ള അതിന്റെ പരിസരത്തുള്ള വൃക്ഷങ്ങളെ തകർത്തി, കാടുകളെ തകർത്തി. എന്നിട്ട് ഖബറടക്കിയ ശേഷം അല്പം പൊക്കമുള്ളതായ ഒരു പാറക്കല്ല് കൊണ്ടുവരാൻ വേണ്ടി കുട്ടികളോട് കൽപ്പിച്ചു, സഹാബാക്കളോട്. അവർ ആ പാറക്കല്ല് കൊണ്ടുവന്നു. എന്നിട്ട് ആ ഖബറടക്കിയ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു. റസൂല് പറഞ്ഞു, ഇവിടം മുതലാണ് നമ്മുടെ ഖബർസ്ഥാനം, നമ്മുടെ മഖ്ബറ ഇവിടം മുതലാണ്. ഇപ്പോൾ മനസ്സിലായോ? എന്നല്ലാതെ ഖബർ കെട്ടിപ്പൊക്കിയതല്ല. ഇനി രണ്ടാമതൊരു മയ്യത്ത് കൊണ്ടുവരുമ്പോൾ റസൂലുള്ളാഹിന്റെ മകൾ റുഖിയ പിന്നെ മരിച്ചു, സൈനബ് മരിച്ചു. അവർക്കൊക്കെ എന്ത് വേണം?